അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്ക് ഫുഡ് തേടിയുള്ള യാത്രയാണ് അല്ലേ? കണ്ടോ കൊക്ക്? അപ്പോൾ ഇവിടെ ഒക്കെ പുല്ലുണ്ടാവും, പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കൊക്ക് ഇതാ കണ്ടോ കണ്ടോ? നല്ല രസം കൊക്ക്. അപ്പോൾ ഇങ്ങനെ പുല്ല് കുറച്ച് ഈ ചെറിയ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ വെള്ളത്തിൻ്റെ ഭാഗത്തുനിന്നാണ് ഒരു പുല്ലുണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് തേടിയുള്ള യാത്രയാണ്. സ്റ്റോപ്പ് എന്തേ? അതല്ല, നമുക്കിഷ്ടപ്പെട്ട പുല്ല് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതേപോലെ ഈ വാഴൻ്റെ ഇതുണ്ടാവില്ലേ, അത് കേടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കണം വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ കേട്ടോ, ഇവിടെയൊക്കെ ഉണ്ടാവും ഒരു പച്ച പുല്ല്. അവർക്ക് ചാടി ഇറങ്ങാം. കുറച്ചൊരു കുണ്ടാട്ടോ. അങ്ങനെ തന്നെ. ഈ പുല്ല് ഞാൻ പറഞ്ഞുതരാം. അടുക്കട് ഈ പുല്ല് ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയ പുല്ല് കാണുന്നുണ്ടല്ലോ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് നമ്മൾ തിരഞ്ഞു വന്ന്. ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കൊക്കെ. അത് എടുക്കണം കേട്ടോ. പോരുമ്പോൾ എവിടേക്കാ പോണേ? ഇവിടെ തന്നെ വന്നത്. പോരുമ്പോൾ എടുക്കാറിഞ്ഞാൽ പോവാം. നമുക്ക് ആദ്യം ഇതൊക്കെ എടുത്തിട്ട് പോവാം. എന്നാ എൻ്റെ ഷിപ്പൊക്കെ പോകുന്നതാണല്ലോ. എല്ലാവരും നമ്മളെ വീട്ടിൽ കൂടെ പോവാണ്. നമ്മൾ വെച്ചിട്ട് കൈ പൊട്ടിങ്ങനെയാണ് വണ്ടിയിൽ നിന്ന് വീണപ്പം. അതിനങ്ങനെ നട്ടിന് ഞങ്ങൾ കോഴികൾക്കുള്ള ഇല തേച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ ഇമ്മച്ചതാ കൈ പൊട്ടിക്കണേ. ഇമ്മച്ചിന് കൈ പൊട്ടിക്കണം. വെള്ളം ഇല പറിച്ചാണ് കേട്ടോ കോഴികൾക്കുള്ള ടേസ്റ്റുള്ള ഇലയാണ്. നമുക്കിത് തിന്നാലോ. ഇവിടൊക്കെ സാധനങ്ങളുണ്ട്, എല്ലാ സാധനം കോഴികൾക്കുള്ള തീറ്റ. മറ്റേ തണല് അങ്ങോട്ടൊക്കെ അങ്ങനെ വന്നാ കുറേ കോഴികൾക്ക് ചുരുമാ നമ്മുടെ ഇവിടെ വെച്ചതാ പഠിച്ചെന്ന് കേട്ടോ. നമ്മളെ മറ്റേതാ ചെടി പറിച്ചാണ് വെച്ച് നമ്മളെ മറ്റേ ചെടി പറിച്ചാണ് കേട്ടോ. എല്ലാവരും കണ്ടോളി. പുല്ലുണ്ട്. ഇനി വേറെ പറിച്ചാൻ പോവാ. അവിടെ തിരിഞ്ഞു നോക്ക്. എല്ലാം അറിഞ്ഞു നോക്ക്. അവിടെ പാമ്പൊക്കെ ഉണ്ടാവും. അങ്ങോട്ട് ചാടിയാൽ പാമ്പുണ്ടാവും. ഞാൻ നോക്കട്ടെ. നമ്മളിവിടെ നടക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ നട്ട് നമ്മളിവിടുന്ന് സ്ഥലം ഇടുകയാണ് ചെടിക്ക് പറിച്ചാൽ. അപ്പോൾ ഞാൻ ബൈ സീ യു. കൈ കൊണ്ട് വയ്യാത്ത നിന്റെ കുട്ടിയാണ് കേട്ടോ എടുക്കണത്. അയ്യോ നോട്ടെ, ഇതെന്തോട്ടയാണ്? പാമ്പിൻ്റെ ഓട്ടെ. ഉറുമ്പുണ്ടായില്ലേ എവിടെ? കൈടിച്ചു. ഏത് കയ്യാ തരാം? വലിച്ചൂടെ നടക്ക്. പാവട്ടോ, ഉമ്മച്ചിൻ്റെ കയ്യിന് കേടന്നിട്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സഹായിക്കണത്. പാവം. വിചാരിച്ച സാധനം ഇവിടെ ഇല്ല. എവിടെ? ഇത് ചെറിയ എവിടെടാ? ആര് അവിടെ ഉണ്ടാ? മതിൽമുണ്ടാവോ? ആരോരോ അറിയില്ലടാ. അത് വൈകുന്നേരമൊക്കെ ആവണല്ലോ. എണീറ്റ് ഉറങ്ങണോലൊക്കെ എണീറ്റ് വരാനുള്ള ടൈമാണല്ലോ. അതിൻ്റെ അടഞ്ഞ തൂമ്പടഞ്ഞ എന്തൊക്കെ ഉള്ളതില്ലേ, ഇത് നമുക്ക് എടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇല എടുത്തോണ്ട് തിന്നോ നോക്കാൻ കേട്ടോ. അതിൻ്റെ പൂവിത. ഇതിൻ്റെ വേറെ എന്താ പേര് നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ പൂവിത. ഇതിൻ്റെ ഇത് പോകുന്നതാണല്ലോ. അപ്പോൾ അവിടെ താഴത്തുണ്ടാവും. അത് പറിച്ചിട്ടുണ്ടാവും. നോക്കാം നമുക്ക്.
ഹലോ ഗായ്സ്, നമ്മളെ ഇമ്മച്ചി പൂ പറിച്ചാൻ പോവാണ്. നല്ല തേനുണ്ടാവൂടാ. തേനുണ്ടാവും. നമുക്ക് ആദ്യം കുടിച്ചാ. അമ്മച്ചി കിട്ടീനിട്ടോ, അമ്മച്ചിക്കിട്ട് കിട്ടീനി. കിട്ടിയോ? അമ്മ താങ്ക് യു. എന്നാ ഫോണ് ഇതിങ്ങനെ വരും. അപ്പൊ ഇത്രയും പുല്ലുകളാണ് നമ്മൾ പാടത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ എന്താ പറയാ, വാഴക്കൂമ്പൊക്കെ ഉണ്ട്. വാഴക്കൂമ്പ് അവിടെ നിലത്ത് കിടക്കുന്നതായിരുന്നു. കാരണം വാഴക്കൊലൊക്കെ വെട്ടിപ്പോയതിനു ശേഷം അവിടെ അവർ ഇട്ട് പോയതാണ് കേട്ടോ. അപ്പൊ അത് അരിഞ്ഞ് കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മളെ ഖുഷിയാണ് കേട്ടോ അരിയണത്. എന്താണ്, മീൻമുച്ചിക്ക് കയ്യിന് വയ്യാത്തോണ്ട് ഖുഷിയാണല്ലേ അരിയണത്. നല്ല ഇതിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കോഴിക്കൊക്കെ. കോഴിക്കളത് നല്ല സന്തോഷത്തോടു കൂടി തിന്നണുണ്ട് കേട്ടോ. കൊത്തി കൊത്തി മക്കളൊക്കെ വിളിച്ചിട്ട് തിന്നുന്നുണ്ട്. വേറെയും കോഴിക്കളുണ്ട് കേട്ടോ. അപ്പൊ അവരവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കള്. അവർക്കൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മള് കോഴിക്കൊക്കെ തീറ്റ കൊടുക്കുക, പിന്നെ പൂച്ചാക്ക് തീറ്റ കൊടുക്കുക, ലവ് ബേർഡ്സിന് തീറ്റ കൊടുക്കുക. പിന്നെ ഇത് നമ്മളെ കോഴികളാണ് കേട്ടോ. അല്ല, ബ്ലാക്കും എന്താണ് യെല്ലോ കളറും ഒക്കെ നമ്മളെ പൂച്ച തന്നെയാണ് കേട്ടോ. ആ കുട്ടികളൊക്കെ. അപ്പൊ നമ്മള് ഡോഗും ഉണ്ടല്ലേ, നമ്മളതല്ലെങ്കിൽ അവിടെ പ്രസവിച്ചപ്പോ ഡോഗിന് നമ്മള് കാണലില്ല. ഇപ്പൊ വീഡിയോയിലൊക്കെ വരുന്നില്ലേ ഡോഗും. അപ്പൊ ഇനിയും അതിന്റെ കുറച്ച് വീഡിയോ അപ്പൊ നമ്മൾ ഇനിയും വീഡിയോ ഇടൂലേ, അവരെ വീഡിയോ ഒക്കെ ഇനിയും ഇടും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാട്ടോ.